നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഈ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ഒരു താരിഫ് ഫിയർ ഏറെക്കുറെ ഇന്ത്യൻ മാർക്കറ്റ് റിക്കവറി രേഖപ്പെടുത്തി. BSE തന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 420 ലക്ഷം കോടി രൂപയിലേക്ക് തിരികെ കയറി. ഇന്നലെ BSE ലിസ്റ്റഡ് കമ്പനീസ് 11 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ആഡ് ചെയ്തു. ഇന്നലെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ ആഡ് ചെയ്തു. നിഫ്റ്റി 50-ൽ 50-ൽ 48 സ്റ്റോക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എസ്പെഷ്യലി ടാറ്റ മോട്ടേഴ്സും സംവർദ്ധന മലേഷ്യൻ സുമിയെല്ലാം തന്നെ ഓട്ടോ സെക്ടറിൽ നിന്ന് കമ്പനീസെല്ലാം തന്നെ തിരികെ കയറി. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന, അതായത് യുഎസിലേക്ക് ഈ ഓട്ടോമൊബൈൽ കമ്പനീസ് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കാലതാമസം കൊടുക്കും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഓട്ടോമൊബൈൽ കമ്പനീസിനെല്ലാം തന്നെ ഗുണം ചെയ്തത്. ആത്യന്തികമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടോമൊബൈൽ കമ്പനികളിലെല്ലാം തന്നെ പ്രൊഡക്ഷൻ യുഎസിൽ നിന്ന് ചെയ്യണം എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ അവിടെ മിനറൽസ് സെക്ഷനിൽ ഒരു താരിഫ് ഉണ്ടാക്കുമെന്നുള്ള ഒരു ന്യൂസ് യുഎസിൽ നിന്നുണ്ട്. കൂടാതെ തന്നെ NVIDIA അവിടുത്തെ IT കമ്പനി ഇന്നലെ നല്ലൊരു സെൽ ഓഫ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നാണ് ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറുകൾ, ഏഷ്യൻ മാർക്കറ്റും US ഫ്യൂച്ചറും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണുള്ളത്. കാരണം കുറേ ദിവസങ്ങളായിട്ട് റാലിയിലാണ്. ഇനിയിപ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ചൈനയുടെ GDP ഡേറ്റ വരുന്ന ഒരു ദിവസമാണ്. ഓൾറെഡി UBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ചൈനയുടെ GDP ഡൗൺഗ്രേഡ് ചെയ്ത ഒരു ന്യൂസ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളിൽ ചൈനയുടെ എല്ലാം തന്നെ കാർഗോ വോളിയം എല്ലാം തന്നെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 10% ക്വാർട്ടർ ടു ക്വാർട്ടറും 4% ഇയർ ഓൺ ഇയറും ചൈനയുടെ കാർഗോ വോളിയം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ UBC കട്ട് ചെയ്തതിന് ശേഷമുള്ള ചൈനയുടെ GDP ഡേറ്റയാണ്. അപ്പോൾ വലിയ ശക്തിയായ ചൈന ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് എല്ലാം തന്നെ നടത്തി US ആയിട്ട് നേർക്കുനേർ കൊമ്പ് കോർത്ത് ഇരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ഒരു കാര്യം, ചൈനീസ് മാർക്കറ്റ് ചെറിയ തോതിലൊക്കെ ഇടിയുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്യുമെങ്കിലും ലോങ് ടൈമിലേക്ക് വലിയ തോതിൽ സീവിയറായിട്ട് അവിടെ ഇടിയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് അത് ദോഷകരമാണ്. ഇതിനു മുമ്പ് നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. എവർഗ്രാൻഡ് എന്ന് പറയുന്ന ചൈനീസ് റിയൽ എസ്റ്റേറ്റ് കമ്പനി വലിയ ഇനീഷ്യലി ഇടിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം എവർഗ്രാൻഡ് വലിയ തോതിൽ ഇടിഞ്ഞപ്പോൾ US ആണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. കാരണം US കമ്പനീസിനാണ് ഈ എവർഗ്രാൻഡിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം ഉള്ളത്. അതുപോലെ തന്നെയാണ് എപ്പോഴും ഈ ചൈനീസ് ഈ ഇമ്പോർട്ട് താരിഫുകളെല്ലാം തന്നെ വരുത്തുമ്പോൾ ഈ കമ്പനികളിലെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് US-ലെ ഈ മേൽപ്പറഞ്ഞ ബ്രോക്കറേജിങ് സ്ഥാപനം, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും എല്ലാം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി വീണ്ടും അത് US-നെ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ബാധിക്കും. അപ്പോൾ അതിനു മുമ്പൊക്കെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യതയിൽ പോകുമെന്നതിന് തന്നെയാണ് വിശ്വാസം. നമ്മൾ മാർക്കറ്റ് ഇനിയിപ്പോൾ ഇന്നും നാളെയും മാത്രമാണ് മാർക്കറ്റുള്ളൂ. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഓൾറെഡി തന്നെ 900 പോയിൻറ്റിൻ്റെ റാലി 2 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് കിട്ടി. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾ പോകാം. അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് റെഡിലടച്ചു, ഡോ റെഡിലടച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇനി അതിന് മുകളിലുള്ള എല്ലാം തന്നെ ഏഷ്യൻ മാർക്കറ്റാണ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് വീണ്ടും ഉയർന്ന് $3269 പെർ ഔൺസ് എന്ന നിലയിലാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ഗോൾഡ് മാത്രമാണ് അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാൻ, സ്റ്റോക്ക് ബൈ ചെയ്യാൻ, ഈവൻ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ ഫാർവേഡ് ടീമെല്ലാം തന്നെ അപ്സ്റ്റോക്കിൽ ലഭ്യമാണ്. അപ്പോൾ ടാറ്റ ഗ്രൂപ്പൊക്കെയാണ് അപ്സ്റ്റോക്കിന് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് വാർത്തകൾ മാത്രമാണ്. IRDA കമ്പനി നെറ്റ് പ്രോഫിറ്റ് 49% ഒരു ഉയർച്ച കമ്പനി രേഖപ്പെടുത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഈ ഒരു ഡെറിവേറ്റീവ് ഡിസ്ക്രിപ്പൻസി ഫൗണ്ട് ചെയ്തിരുന്നു, ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചു. അതിനെല്ലാം ശേഷം ഇപ്പോൾ പുതിയൊരു ന്യൂസ് ഉള്ളത് 1979 കോടി രൂപയുടെ ഒരു ഡിസ്ക്രിപ്പൻസി ഫൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസാണ്. ICC ലോംബാർഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 1.9% ഇയർ ഓൺ ഇയർ ഡിക്ലൈൻ ആയിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 520 കോടി, ഇത്തവണ 509 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ്. NHPC കമ്പനി പുതിയ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ഇവർ ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. സ്വിഗ്ഗി മിനിസ്റ്റർ ഓഫ് ലേബറായിട്ട് പുതിയ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. TCS ആന്ധ്രയിൽ പുതിയ ഡാറ്റാ സെൻറ്റർ ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്.
JSW സ്റ്റീൽ യൂറോപ്പിൽ 50,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി സെബി ജെൻസോൾ എഞ്ചിനീയറിംഗിനെതിരെ ഒരു വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. PB ഫിൻടെക് PB ഫിൻടെക്കിന് പേയ്മെന്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഷിൽചാർ ടെക് കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് April 21 ഓൾ കാർഗോ ഇവരുടെ കാർഗോ വോളിയം 5% അപ്പായിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ഈ മൊമെന്റിലുള്ളത്. Q4 റിസൾട്ട് കാലഘട്ടങ്ങളാണ്. നമ്മുടെ വെബ്സൈറ്റിൽ പോയാണെങ്കിൽ ഏതൊക്കെ കമ്പനിയുടെ റിസൾട്ട് ആണെന്നൊക്കെ അറിയാൻ സാധിക്കും. ഇന്ന് വിപ്രോയുടെ റിസൾട്ട്, ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ട്, വാരി റിന്യൂവബിൾ എനർജീസിൻ്റെ റിസൾട്ടൊക്കെ ഉണ്ട്. അത് നമ്മുടെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്, ചെക്ക് ചെയ്യാം. താങ്ക് യു.